എല്ലാവരും ലോക ചാപ്റ്റർ 1 കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്തപ്പം ഉണ്ടായത്? അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു അവസാനം എൻ്റെത്. കാരണം ഞങ്ങളുടെ മലയാള സിനിമ എന്ന് എല്ലാവരുടെ അടുത്ത് വിളിച്ചു പറയരുത് എനിക്കുണ്ട്. പക്ഷേ അങ്ങനെ ഒരു റിവ്യൂ വീഡിയോ അല്ലത് ഇത്. നിങ്ങളിപ്പോൾ ലോകയുടെ ഒരു ഹാങ് ഓവറിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ച് സിനിമകളും സീരീസുകളും അതേ ഒരു ജോൺറയിൽ തപ്പി പിടിച്ച് കൊണ്ടുവന്നാണ് വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടോ. ഇപ്പം അല്ലെങ്കിൽ ഭാവിയിൽ ആവശ്യം വരും. ഫസ്റ്റ് കാണേണ്ടത് 30 Days of Night എന്ന് പറഞ്ഞിട്ട് 2007 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഒരുപാട് മഞ്ഞക്കുള്ള അലാസ്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 30 ദിവസം രാത്രിയാണ്. രാത്രി മാത്രമായ ആരാ വരിക എന്നറിയാലോ. അപ്പോൾ അവര് വരുന്നു, പിന്നെ ഇവര് ഫൈറ്റ് ചെയ്യുന്നു, അവിടുത്തെ വില്ലേജേഴ്സ്, അങ്ങനെ ജഗബൊഗയാണ് സിനിമ. രണ്ടാമത്തെ നമ്മുടെ മാറ്റ് റീവ്സ് എടുത്ത ലെറ്റ് മീ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് 2010 ഇറങ്ങിയത്. ഇതൊരു സ്വീഡിഷ് സിനിമ, ലെറ്റ് ദ റൈറ്റ് വൺ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ റീമേക്ക് ആണ്. സ്വീഡിഷ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് കണ്ടാലും മതി. ഒരു ചെറിയ പയ്യനും ഒരു വാമ്പയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ കഥയാണ് സിനിമയുടേത്. കിട്ടില്ല മൂവിയാണ്. അടുത്തത് 2009 ഇറങ്ങിയ ഡേ ബ്രേക്കേഴ്സ് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ലോകം മുഴുവൻ വാമ്പയറുകൾ ഭരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ലോകം എന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഒരു അണ്ടർ റൈറ്റഡ് സാധനം, ഞാൻ പണ്ട് കണ്ടതാണ്, ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുന്നത്. ഇനി കാണേണ്ടത് സിന്നേഴ്സ് ആണ്, 2025 ഇറങ്ങിയത്. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. ലോക പോലെ ഒരു മോഡേൺ ടേക്കാണ്. പണ്ടത്തെ ഒരു മിത്തിക്കൽ സംഭവത്തിനെ പിടിച്ചിട്ട് മോഡേണൈസ് ചെയ്ത ഒരു സംഭവം. ഇനി 2-3 സീരീസ് പറഞ്ഞുതരാം. 2021 ഒരു ലിമിറ്റഡ് സീരീസ് ഇറങ്ങിയിട്ട് ദ മിഡ് നൈറ്റ് മാസ് എന്നുള്ളത്. ഉള്ളത് പറഞ്ഞാൽ കുറച്ച് ക്ഷമ വേണം. അവസാനം വരെ എത്തിയ പൊളിയാണ്. ആദ്യത്തെ കുറച്ച് സ്ലോ ആണ്. അത് നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കിട്ടില്ല എക്സ്പീരിയൻസ് അവസാനം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലുണ്ട് സംഭവം. അടുത്തതും ഒരു ലിമിറ്റഡ് സീരീസാണ്, ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. ദ ഔട്ട്സൈഡർ എന്നാണ് സീരീസിൻ്റെ പേര്. ഒരൊറ്റ സീസണേ ഉള്ളൂ. പോളി സാധനമാണ്. ഒരു സൂപ്പർ നാച്ചുറൽ സംഭവമൊക്കെ ഉണ്ട് ഇതിൽ. നമ്മൾ വിചാരിക്കും വേറെ എവിടേക്കാണ് പോകണമെന്ന്, പക്ഷെ ഇത് വേറെ റൂട്ടിലേക്കായിരിക്കും അവസാനം പോവുക. ഇനി ലാസ്റ്റ് 2014 ഇറങ്ങിയ 3 സീസണുകളുള്ള പെന്നി ഡ്രെഡ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസാണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ മിത്തിക്കലായിട്ടുള്ള സംഭവങ്ങളും എലമെന്റ്സും ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫോക്ലോർ പോലത്തെ സംഭവം ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എവാ ഗ്രീനൊക്കെയാണ് ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. സാധാരണ സീരീസ് അല്ല, പോലീസാണോ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ബാക്കി എല്ലാവർക്കും ഒരു ഉപകാരമാവും.